ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നൊക്കെ. എന്ത് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ ഒരു കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചതുമാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട ഒരു കാര്യം, അതായത് ഓർസ്റ്റഡ് എക്സ്പെരിമെൻറ്റും അതുപോലെ ബയോട്ട്-സവാർട്ട്സ് ലോയിലും ഒക്കെ നമ്മൾ കണ്ടത് എന്താ, ഒരു കോയിലിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കോയിലിനുള്ളിലും അതിന് ചുറ്റുമുള്ള പോയിന്റുകളിലും ഒക്കെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഫ്ലോവിങ് കറണ്ട് ഓർ ആൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കോയിൽ പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് സംഭവിക്കുമോ? അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് നമുക്കൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെയൊരു ചിന്തയാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ഫിനോമിനിലേക്ക് സയൻറ്റിസ്റ്റുകളെ എത്തിച്ചത്. നിങ്ങൾക്കറിയാം, മൈക്കൽ ഫാരഡേ, അതുപോലെ ജോസഫ് ഹെൻറി, ഇങ്ങനെയുള്ള സയൻറ്റിസ്റ്റുകളാണ് ഈ ഒരു ഫിനോമിനിലേക്ക് ആദ്യമായിട്ട് എക്സ്പെരിമെൻറ്റുകൾ നടത്തുകയും അതുമൂലം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു. ഫാരഡേയുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇപ്പോൾ ഇതൊരു പൈപ്പാണ്. ആ പൈപ്പിൽ കോപ്പർ കോയിൽ വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നു. കോപ്പർ കോയിൽ നമുക്ക് കാണാം ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്റ്റഡാണ്. ഈ പൈപ്പിനുള്ളിലേക്ക്, അതായത് കോയിലിനുള്ളിലേക്ക് നമ്മളൊരു ബാർ മാഗ്നറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ബാർ മാഗ്നറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, മാഗ്നറ്റ് ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇതാണ് ഫാരഡേയുടെ എക്സ്പെരിമെൻറ്റ്. ആൻഡ് ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതുപോലെ ഇതാണ് ഇന്ന് നമ്മൾ AC ജനറേറ്ററുകളുടെയും DC ജനറേറ്ററുകളുടെയും ഒക്കെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫാരഡേനെ നമ്മൾ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്നത്. ഫാരഡേ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ സംബന്ധിക്കുന്ന എക്സ്പെരിമെൻറ്റുകളും അതിൻ്റെ റിസൾട്ടിൽ നിന്ന് അദ്ദേഹം ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും ഒക്കെ പ്രപ്പോസ് ചെയ്തു. സോ ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. കൊമേഴ്സ്യലായിട്ട് AC ഇലക്ട്രിക് കറണ്ടും അതുപോലെ DC കറണ്ടും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുപോലെ ഫാരഡേയുടെ എക്സ്പെരിമെൻറ്റുകൾ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുപോലെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന AC ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ, ട്രാൻസ്ഫോർമർ അതിൻ്റെ പ്രിൻസിപ്പിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഫാരഡേ, ജോസഫ് ഹെൻറി ഇവർ രണ്ടും ഒരുമിച്ചാണ് ഒരുമിച്ചല്ല, ഒരേ സമയത്ത് രണ്ട് രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഒരേ സമയം ഈ സെയിം ഫിനോമിനൻ ഒബ്സർവ് ചെയ്യുകയുണ്ടായി. പക്ഷെ ഫാരഡേ പിന്നീട് അതിനെ സംബന്ധിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുകയും ഫാരഡേസ് ലോസ് പ്രപ്പോസ് ചെയ്യുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാനായിട്ട് കാരണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ സംബന്ധിക്കുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെൻ ദ നോർത്ത് പോൾ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ കോയിൽ, galvanometer deflects towards right. When the bar magnet is pushed out of the coil, the galvanometer deflects towards left. When the magnet is kept stationary inside the coil, the current is 0. And when the magnet is completely pushed out, the current also again becomes 0. ഈ ഒരു ഡെമോൺസ്ട്രേഷൻ, അതിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് മാഗ്നറ്റ് ഉള്ളിലേക്ക് കടക്കുമ്പോൾ കറണ്ട് ഉണ്ടാകുന്നു, മാഗ്നറ്റ് പുറത്തേക്ക് കടക്കുമ്പോഴും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകുന്നു. പക്ഷെ മാഗ്നറ്റ് ഉള്ളിൽ സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ കറണ്ട് 0 ആകുന്നു.
അതുപോലെ മാഗ്നറ്റ് പൂർണ്ണമായിട്ടും പുറത്ത് വരുമ്പോഴും കറണ്ട് 0 ആകും. ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കാം. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്തുകൊണ്ടാണ് ഇങ്ങനെ മാഗ്നറ്റ് ഉള്ളിലേക്ക് കടക്കുമ്പോൾ കറണ്ടിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുകയും മാക്സിമത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ലൈൻസ് കാണിച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റ് കോയിലിൽ നിന്ന് കുറച്ച് ദൂരെ ആയിരിക്കുമ്പോൾ അതിൽ മാഗ്നറ്റ് കോയിലിനുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വളരെ കുറച്ച് മാഗ്നറ്റിക് ലൈൻസ് മാത്രമേ കോയിലിനുള്ളിൽ വരുന്നുള്ളൂ, കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. പക്ഷേ ഈ മാഗ്നറ്റ് കുറച്ചുകൂടി അടുത്തേക്ക് അടുക്കും തോറും ഈ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം, ഇതിന് ചുറ്റും കോയിലിനുള്ളിലേക്ക് കിടക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം കൂടിക്കൂടി വരും. മാഗ്നറ്റിക് ഫ്ലക്സ്, കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ എണ്ണം കൂടിക്കൂടി വരുമ്പോഴാണ് ഗാൽവനോമീറ്റർ കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്യുക. കോയിലിനുള്ളിലേക്ക് കിടക്കുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം ചേഞ്ച് ചെയ്യുമ്പോഴാണ്, ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ഇനി മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യം പൂർണ്ണമായിട്ട് ഉള്ളിലായിരിക്കുമ്പോൾ ഈ കോയിലിനുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ലൈൻസിൻ്റെ എണ്ണം ഏറ്റവും മാക്സിമമാണ്. പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ലൈൻസിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങും. അപ്പോൾ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ലൈൻസിൻ്റെ എണ്ണം കുറയുന്നത് മൂലമാണ്, കുറയുമ്പോഴും കറണ്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കറണ്ട് ഉണ്ടാകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇപ്പോൾ കോയിലുകളുടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴും കറണ്ട് ഉണ്ടാകുന്നുണ്ട്, ലൈൻസിൻ്റെ എണ്ണം കുറയുമ്പോഴും കറണ്ട് ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ലൈൻസിൻ്റെ എണ്ണത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴൊക്കെ കറണ്ട് ഉണ്ടാകുന്നു. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് എന്ന് മാത്രം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ മാഗ്നറ്റ് പൂർണ്ണമായിട്ടും കോയിലിനുള്ളിലേക്ക് കടന്ന്, പക്ഷെ അതവിടെ സ്റ്റേഷനറി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഫ്ലക്സിൻ്റെ എണ്ണം അപ്പോൾ മാക്സിമം ആണ്. പക്ഷേ ഫ്ലക്സിൻ്റെ എണ്ണത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല. ആ സമയത്ത് കറണ്ട് 0 ആണ്. അതുപോലെ തന്നെ ഈ മാഗ്നറ്റ് പുറത്ത് നമ്മൾ മൂവ് ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിരിക്കുകയാണെങ്കിലും കറണ്ട് ഉണ്ടാകുന്നില്ല. ഇവിടെ വീണ്ടും നിങ്ങൾക്ക് കാണാം, ഒരു മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് കോയിൽ മൂവ് ചെയ്യിക്കും. അങ്ങനെ കോയിൽ മൂവ് ചെയ്യിച്ചാലും കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഫ്ലക്സിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നു. ആ സമയത്ത് കറണ്ട് ഉണ്ടാകും. കോയിലിന് ബാക്കിലേക്ക് മൂവ് ചെയ്യിച്ചാൽ ഫ്ലക്സിൻ്റെ എണ്ണം കുറയും. അങ്ങനെ കുറയുമ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനും ഉണ്ടാകും. ഇതാണ് ഈ എക്സ്പെരിമെൻറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവ്, കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. പക്ഷെ മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം ആണെങ്കിൽ പോലും അതിൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല എങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFഉം ഉണ്ടാകുന്നില്ല. ഇതാണ് ഫാരഡേയുടെ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട്. ഇതിൽ നിന്നാണ് അദ്ദേഹം ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഒന്നുകൂടി ആ ഫിഗർ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു. അതായത് മാഗ്നറ്റിനുള്ളിൽ കൂടി ലൈൻസ് ഉണ്ട്, ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ആ ലൈൻസ് ഓഫ് ഫോഴ്സിൻ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് വരുമ്പോൾ ഇനി മാഗ്നറ്റ് ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഫ്ലക്സിൻ്റെ അളവ് കൂടിക്കൂടി വരും. അപ്പോഴാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക. അതുപോലെ മാഗ്നറ്റ് പുറത്തേക്ക് എടുത്താൽ ലൈൻസിൻ്റെ എണ്ണം കുറയും. അപ്പോഴും കറണ്ട് ഉണ്ടാവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. പക്ഷേ ഈ മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ടിരിക്കുകയാണെങ്കിൽ there will be no induced EMF. So we can conclude the results like this. When a magnet is pushed into or out of a coil, the magnetic flux linked with the coil changes. And this change in magnetic flux linked with the coil produces an induced EMF. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. എന്താ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? Whenever the magnetic flux linked with a coil changes, an EMF is induced in the coil.
This phenomenon is called electromagnetic induction. ഇനി എന്താണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്? അത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. എന്തായിരിക്കും ഇൻഡ്യൂസ്ഡ് കറൻറ്റ്? നമുക്ക് ഈ കോയിലിൻ്റെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടായ കോയിലിൻ്റെ രണ്ട് എൻഡിലുമായിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ റെസിസ്റ്റർ കോയിലിൽ കൂടി ക്ലോസ്ഡ് സർക്യൂട്ടിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ആ റെസിസ്റ്റൻസ് കോയിലിന് പകരം ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തപ്പോൾ അവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ കോയിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ കറണ്ടിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്. So induced current is the current flowing through a closed circuit when induced EMF is applied. ഫാരഡേയുടെ കോയിൽ എക്സ്പെരിമെൻറ്റ്, അതായത് ഇവിടെ നമുക്ക് മാഗ്നറ്റ് ഇല്ല, മാഗ്നറ്റിന് പകരം മറ്റൊരു കോയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് 2 എന്നാണ് ഇതറിയപ്പെടുക. അപ്പോൾ ഈ കോയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. കോയിലൊരു ബാറ്ററിയോട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കോയിലിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ കോയിൽ ഒരു സോളിനോയിഡ് പോലെ ആക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു എ ബാർ മാഗ്നറ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കറണ്ട് കോയിലിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ ഇതിനുള്ളിലും ഇതിന് ചുറ്റുമൊക്കെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബയോട്ട്സ് ലോ അല്ലെങ്കിൽ ആംബിയേഴ്സ് ലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇവിടെ. അപ്പോൾ അങ്ങനെ ഈ ചെറിയ കോയിൽ ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള ഈ കോയിൽ മറ്റൊരു കോയിലിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ കോയിലിൽ നമ്മൾ എന്താ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കി, ഒരു ഗാൽവനോമീറ്ററാണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കോയിൽ അതൊരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ കോയിൽ വലിയൊരു കോയിലിനുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ സെക്കൻഡറി കോയിലിൽ ഒരു കറണ്ട് ഉണ്ടാവും. ഇത് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിനോട് സിമിലറാണ്. എൻ്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. എൻ്റെ ആകെയുള്ള വ്യത്യാസം മാഗ്നറ്റിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു കോയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ദിസ് കോയിൽ ആക്ട് ആസ് എ മാഗ്നറ്റ്. അപ്പോൾ ഈ രണ്ട് എക്സ്പെരിമെൻറ്റുകളും അവയുടെ റിസൾട്ടുകളെ ബേസ് ചെയ്തിട്ടാണ് ഫാരഡേ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ലോസ് പ്രപ്പോസ് ചെയ്തത്. നൗ ലെറ്റ് us see what are the laws of electromagnetic induction. ഫസ്റ്റ് ലോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി കോയിൽ ഓർ സർക്യൂട്ട് ആൻഡ് ദിസ് ഇ എം എഫ് ലാസ്റ്റ് ആസ് ലോങ് ആസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലാസ്റ്റ്. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി സെക്കൻഡ് ലോ എന്താ? സെക്കൻഡ് ലോ പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. അതായത് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പറഞ്ഞു മാഗ്നറ്റ് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഫ്ലക്സ് ഉണ്ട്, പുറത്തേക്ക് കിടക്കുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുന്നുണ്ട്, കറണ്ട് ഉണ്ട്, പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടെന്ന്. ഫാരഡേ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ബാർ മാഗ്നറ്റിനെ കുറച്ചുകൂടി സ്പീഡിൽ ഈ കോയിലിനുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. Then he found that the galvanometer deflects more. That means induced current is very high. So as the speed of the bar magnet increases, എന്താ സംഭവിക്കുക? Magnitude of current also increases. So we can conclude from that is the magnitude of induced EMF is related to the speed of the magnet. അപ്പോൾ സ്പീഡ് കൂടുന്നു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടു മാഗ്നറ്റ് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഫ്ലക്സിൻ്റെ അളവ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ സ്പീഡിൽ മാഗ്നറ്റ് കിടത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് സ്പീഡിലാണ്, അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിലുണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ യൂണിറ്റ് ടൈമിലുണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച്, അതിന് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. അതിന് പ്രൊപ്പോർഷണലാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ്.
ഇതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ. സോ ദിസ് ഈസ് ഫാരഡേസ് സെക്കൻഡ് ലോ. ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. This is second law. The magnitude of induced EMF in the circuit is equal to the rate of change of magnetic flux linked with the circuit. ഇപ്പോൾ DT സമയം കൊണ്ട് കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഫ്ലക്സിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം d∅ എന്നെടുത്താൽ യൂണിറ്റ് ടൈമിലുണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് എന്തായിരിക്കും? d∅/dt. ഈ d∅/dtക്ക് ഈക്വലാണ് കോയിലിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ. സോ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ലിങ്ക്ഡ് വിത്ത് എ കോയിൽ. ഇവിടെ ഫൈ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയോടും കോയിലിൻ്റെ ഏരിയയോടും ഈ റിലേഷൻ ഫൈ = B.A അല്ലെങ്കിൽ BA cos θ എന്നുള്ള ഇക്വേഷൻ വഴി റിലേറ്റഡ് ആണ്. ഫൈ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവ് കണ്ടിട്ട് ഫ്ലക്സിനുണ്ടാകുന്ന ചേഞ്ചൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്തൊക്കെയാണെന്നോട് നോക്കാം. whenever the magnetic flux linked with a coil changes, an EMF is induced in the coil or circuit, and this EMF lasts as long as the change in flux lasts. സെക്കൻഡ് ലോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സംബന്ധിക്കുന്ന എന്താ സെക്കൻഡ് ലോ? അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ, ദ magnitude of induced EMF in the circuit is equal to the rate of change of magnetic flux linked with the circuit, or E is equal to d∅/dt. ഇതാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ഇവിടെ നമ്മൾ ഫാരഡേയുടെ സെക്കൻഡ് ലോയിൽ ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് കണ്ടു. പക്ഷെ ഇതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്തായിരിക്കും അത് നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് നമ്മളൊരു കോയിലിനുള്ളിലേക്ക് കടത്തിവിടുന്നു. നിങ്ങൾക്കറിയാം മാഗ്നറ്റ് ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഈ കോയിലിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ആ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുക. You can see that a current is produced in the coil in the anti-clockwise direction when the north pole is introduced into the coil. അതുപോലെ ഈ നോർത്ത് പോള് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? പുറത്തേക്ക് എടുക്കുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുന്നു. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെ ക്ലോക്ക് വൈസ് ആവുന്നതായിട്ടാണ് കാണിച്ചിരിക്കുക. So whenever a north pole is introduced into a coil, the current in the coil is anti-clockwise direction. And when a north pole is pushed out of the coil, the current flows in the coil in the clockwise direction. ഇനി ഇതിന് പകരം സൗത്ത് പോളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ സൗത്ത് പോൾ തിരിച്ചെടുക്കുമ്പോഴും ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ഇനി അതിന് കാരണം എന്താണ്? ഈ കാരണം നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയത്ത് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉണ്ടാകുക. അതിന് കാരണം അല്ലെങ്കിൽ അത് മൂലം ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഉണ്ടാകുമ്പോൾ ഈ കറണ്ട് ഈ കോയിലിനകത്തൂടി ഫ്ലോ ചെയ്യുന്നത് മൂലം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പൊളാരിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുക. നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാനായിട്ട് സാധിക്കും.
ഇപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് നമ്മുടെ കോയിൽ നമ്മുടെ കർവ്ഡ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിൽ പിടിച്ചാൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ കർവ്ഡ് ഫിംഗേഴ്സ് ആ ഡയറക്ഷനിൽ പിടിച്ചാൽ തമ്പ് വിൽ പോയിൻറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ കോയിലിനകത്തൂടെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഉണ്ടാകുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. യഥാർത്ഥത്തിൽ ഈ കോയിലൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ആ മാഗ്നറ്റിനുള്ളിലുള്ള ഫീൽഡ് ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്ക്. ബാർ മാഗ്നറ്റിനുള്ളിലുള്ള ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഫേസിൽ സൗത്ത് പോളും ഈ ഫേസിൽ നോർത്ത് പോളും ഉണ്ടാകും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റു കാര്യം, ഒരു ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോയിലിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാകുന്നു. ആ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉണ്ടാകുന്ന കറണ്ട് ഈ കോയിലിനെ ഒരു മാഗ്നറ്റാക്കി മാറ്റുകയും അങ്ങനെ മാഗ്നറ്റ് ആവുമ്പോൾ ഈ കോയിലിൻ്റെ മാഗ്നറ്റിനെ ഫേസ് ചെയ്യുന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ ഫേസ് ചെയ്യുന്ന ആ ഫേസ് ഒരു നോർത്ത് പൊളാരിറ്റി അക്യൂർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് മാഗ്നറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇൻഡ്യൂസ്ഡ് EMF മൂലം കോയിലിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുക. അതായത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിൽ ഇൻഡ്യൂസ്ഡ് EMF അതിൻ്റേതായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ വീണ്ടും നിങ്ങൾക്ക് കാണാം, നോർത്ത് പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴുകും. കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴുകുമ്പോൾ അവിടെ കോയിലിനുള്ളിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പൊളാരിറ്റിയും ചേഞ്ച് ചെയ്യുന്നു. അതായത് ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ ഫേസ് ചെയ്യുന്ന കോയിലിൻ്റെ ഫേസ് സൗത്ത് പോളായി മാറും. അവിടെയും ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നത് മൂലമാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുക. അപ്പോൾ ആ കുറയുന്ന ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ഫീൽഡ് ഉണ്ടാക്കുകയാണ് ഇൻഡ്യൂസ്ഡ് EMF ചെയ്യുക. അതായത് ഫീൽഡിനെ കുറയാൻ സമ്മതിക്കാത്ത വിധത്തിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF അതിൻ്റേതായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നോ അതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകാനുള്ള കാരണം ഫ്ലക്സ് കൂടുന്നതായിരുന്നെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കും. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകാനുള്ള കാരണം ഫ്ലക്സിൻ്റെ അളവ് കുറയുന്നതായിരുന്നെങ്കിൽ ആ ഫ്ലക്സിനെ നിലനിർത്താൻ ശ്രമിക്കും. ഈ ഒരു കൺക്ലൂഷൻ ലെൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് എത്തിയത് ഈ കൺക്ലൂഷനിലേക്ക്. And he introduced Lenz's law, and Lenz's law gives us the direction of induced EMF produced in a coil. ലെൻസസ് ലോയെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുക. അതായത് ഇവിടെ നമുക്കൊരു ഇത് കോയിൽ എക്സ്പെരിമെൻ്റ് എടുക്കാം നമുക്കിവിടെ. അതായത് ഈ കോയിലിൽ കൂടി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടായി, അതുമൂലം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചത്. അപ്പോൾ ഈ കോയിൽ നമ്മൾ മറ്റൊരു കോയിലിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ കോയിലിൽ എന്തുണ്ടാകും, ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതായത് ഫസ്റ്റ് കോയിലിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ സെക്കൻഡ് കോയിലിലെ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഈ കോയിലിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുകയും അത് അപ്ലൈഡ് EMF മൂലം ഉണ്ടാകുന്ന കറണ്ട് കൂടുമ്പോൾ അതിനെ കുറയ്ക്കുന്ന വിധത്തിൽ ആക്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് ലെൻസസ് ലോ. സോ വി ക്യാൻ കൺക്ലൂഡ് ലെൻസസ് ലോ. That is Lenz's law. The direction of induced EMF is always such as to oppose the cause producing the change of flux or cause producing the induced EMF itself. അത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നതിനുള്ള കാരണത്തെ ഒപ്പോസ് ചെയ്യുന്നു. ആ രീതിയിലാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ വരുന്നത്.
അപ്പോൾ ഈ ലെൻസസ് ലോയും ഫാരഡേയുടെ സെക്കൻഡ് ലോയും കൂടി നമുക്ക് കമ്പൈൻ ചെയ്യാം. സെക്കൻഡ് ലോയിൽ ഇൻഡ്യൂസ്ഡ് EMFനുള്ള ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ? =d∅/dt. ഇവിടെ നമ്മൾ ലെൻസസ് ലോ കണ്ടു. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഈ ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഉണ്ടാകുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരിക. സോ ദ ഇക്വേഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് EMF ഈസ് -d∅/dt. Negative sign shows that the induced EMF opposes the cause of change of magnetic flux. ഇവിടെ നമുക്ക് ലെൻസസ് ലോയെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് കാണുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? വിച്ച് ഡയറക്ഷൻ മസ്റ്റ് ദ കറണ്ട് ഫ്ലോ ടു മേക്ക് ദ നിയർ എൻഡ് നോർത്ത്? ദ മാഗ്നറ്റ് ഈസ് പുൾഡ് ഔട്ട് ഓഫ് ദ കോയിൽ എന്നാണ് കാണിച്ചിരിക്കുക. മാഗ്നറ്റ് ഈസ് പുൾഡ് ഔട്ട്. മാഗ്നറ്റിൻ്റെ ഏത് പോളാണ് കോയിലിൽ കടന്നത്? സൗത്ത് പോളായിരുന്നു. അപ്പോൾ ആ സൗത്ത് പോളിനെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ സൗത്ത് പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ സോളിനോയിഡിൻ്റെ ഈ ഫേസ് എന്ത് പോളാകും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സൗത്ത് പോള് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ സൗത്ത് പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഈ കോയിലിനുള്ളിൽ ഇൻഡ്യൂസ്ഡ് EMF മൂലമുണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്, റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച്. അപ്പം അങ്ങനെ റൈറ്റിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് സൗത്തും റൈറ്റ് സൈഡ് നോർത്തും ആണ്. അപ്പോൾ ഈ ഒരു പോള്, അതായത് സൗത്ത് പോളിന് അടുത്ത് വരുന്ന ഈ പോള് ഒരു നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സൗത്ത് പോളിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിൽ, അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിൽ ഈ കോയിലിൻ്റെ ഈ ഫേസ് നോർത്ത് പോളായിട്ട് മാറും. ആ രീതിയിലാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴെല്ലാം കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ആ ഇൻഡ്യൂസ്ഡ് EMF ഒരു സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്താൽ കറണ്ട് ഉണ്ടാകും. നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എനർജിയാണ്, ഇലക്ട്രിക്കൽ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ആൻഡ് ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എന്താ കണ്ടേ? ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് എന്നാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ഒപ്പോസ് ചെയ്യുന്നു, അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്നു. ഇതൊരു ക്വസ്റ്റ്യനാണ് അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് ഇനി കൺസിഡർ ചെയ്യേണ്ട ടോപ്പിക്. ഡസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വയലേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? ഇല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും? അപ്പോൾ അതിനുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇവിടെ നമുക്കൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ് നമ്മൾ ഒരു കോയിലിനുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ലെൻസസ് ലോ അനുസരിച്ച് ഈ സൗത്ത് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോയിലിനകത്ത് കറണ്ട് ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുക? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. നോർത്ത് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സൗത്ത് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്ന റൈറ്റിലേക്കാണ്. റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് സൗത്തായിട്ടും റൈറ്റ് സൈഡ് നോർത്തായിട്ടും വരണം. കാരണം സോളിനോയിഡിനുള്ളിൽ അല്ലെ ബാർ മാഗ്നറ്റിനുള്ളിൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്താണ്. അതായത് ഈ കോയിലിൻ്റെ മാഗ്നറ്റിനെ ഫേസ് ചെയ്യുന്ന ഈ ഫേസ് ഒരു സൗത്ത് പൊളാരിറ്റി അക്വയർ ചെയ്യും. ഇതാണ് ലെൻസസ് ലോ അനുസരിച്ച്
ഇതിനകത്ത് കറണ്ടിൻ്റെ ഡയറക്ഷനും ഈ ഇവിടുത്തെ പൊളാരിറ്റി. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താ? ഇവിടെ സൗത്ത് പോളാണ് നമ്മൾ മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് കോയിലിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF മൂലം ഈ കോയിലിൻ്റെ ഈ ഫേസ് എന്തായിട്ട് മാറി? സൗത്ത് പോളായിട്ട് മാറി. ഈ സൗത്ത് പോള് നമ്മൾ കൊണ്ടുവരുന്ന മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അങ്ങനെ റിപ്പൽ ചെയ്യുന്നൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് മൂലം ഈ നമ്മൾ കൊണ്ടുവരുന്ന മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് കോയിലിനുള്ളിലേക്ക് ഒരിക്കലും കടക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ റിപ്പൾസീവ് ഫോഴ്സിനെതിരെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തതിനെ പുഷ് ചെയ്ത് ഉള്ളിലേക്ക് കടത്തിയാൽ മാത്രമേ മാഗ്നറ്റിന് കോയിലിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇൻഡ്യൂസ്ഡ് EMF ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമ്പോൾ ആ ഇൻഡ്യൂസ്ഡ് EMF തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫീൽഡ് ഈ മാഗ്നറ്റിനെ റിപ്പൽ ചെയ്യുകയും ആ റിപ്പൾസീവ് ഫോഴ്സിനെതിരെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മാഗ്നറ്റിനെ ഇതിനുള്ളിലേക്ക് കടത്താൻ സാധിക്കുകയും ചെയ്യൂ. അങ്ങനെ നമ്മൾ ഇതിനെ പുഷ് ചെയ്ത് ഉള്ളിലേക്ക് കടത്താൻ ഫോഴ്സ് കൊടുക്കണം, വർക്ക് ചെയ്യണം. അവിടെ നമ്മൾ മെക്കാനിക്കൽ വർക്കാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു മെക്കാനിക്കൽ എനർജിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്തായിട്ട് മാറുക? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക അല്ല യഥാർത്ഥത്തിൽ ചെയ്യുക. പിന്നെ എന്താ ചെയ്യുക? നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് എന്ന് പറയേണ്ടി വരും. So one form of energy is getting converted to another form. Here mechanical energy is getting converted to electrical energy. So it is not against law of conservation of energy. അതാണ് നമുക്കിവിടെ മനസ്സിലാകും. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണിച്ചിരിക്കുന്നു. ഈ സൗത്ത് പോളിനെ നമ്മൾ പുറത്തേക്ക് എടുക്കും. സൗത്ത് പോളിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ കണ്ടോ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്ന ഈ കോയിൽ വീണ്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റിലേക്കാന്ന് പറഞ്ഞാൽ ഈ കോയിലിൻ്റെ ഈ ഫേസ് എന്തായിട്ട് മാറണം? നോർത്ത് പോളായിട്ട് മാറണം. ഈ ഫേസ് സൗത്ത് പോളായിട്ടും മാറണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു നോർത്ത് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഈ നോർത്ത് പോൾ എന്ത് ചെയ്യും? ഈ സൗത്ത് പോളിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ കോയിലിനുള്ളിൽ നിന്ന് നമുക്ക് ഈ മാഗ്നറ്റിനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെതിരെ വർക്ക് ചെയ്യണം. അവിടെ നമ്മൾ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചതിനെ പുറത്തേക്ക് വലിക്കണം. അങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഒരു മെക്കാനിക്കൽ എനർജിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റപ്പെടുക. നമ്മുടെ പവർ സ്റ്റേഷൻസിലൊക്കെ ഇതുപോലെ മാഗ്നറ്റ് എനർജി ഉണ്ടാക്കുന്നത് ഈ മാഗ്നറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളിലേക്ക് കടത്തുന്നു, പുറത്തേക്ക് വലിക്കുന്നു, വീണ്ടും ഉള്ളിലേക്ക് കടത്തുന്നു. ഇങ്ങനെ ഒരു റിപ്പീറ്റഡ് പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ഉള്ളിലേക്ക് കടക്കുമ്പോൾ റിപ്പൾസീവ് ഫോഴ്സിനെതിരെയും പുറത്തേക്ക് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെതിരെയും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇലക്ട്രിക്കൽ എനർജി കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ. ഈ പവർ സ്റ്റേഷൻസിലൊക്കെ ഈ ഒരു എനർജി കൊടുക്കുന്നത് നമ്മൾ വാട്ടർ ഹൈ ലെവലിൽ സ്റ്റോർ ചെയ്ത് നിർത്തി അവിടെ നിന്ന് ആ വാട്ടറിനെ താഴേക്ക് വീഴിക്കുകയും അതിന് ഹൈ കൈനറ്റിക് എനർജി അക്വയർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹൈ ലെവലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ആ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് നമ്മൾ ടർബൈനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിനെ കോയിലിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്യിച്ച് അല്ലെങ്കിൽ മാഗ്നറ്റിന് ചുറ്റും ഒരു കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിച്ചൊക്കെയാണ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ കൺക്ലൂഡ് ഫ്രം ദിസ് ദാറ്റ് the production of electrical energy or induced EMF is not against the law of conservation of energy, but it is in accordance with the law of conservation of energy. That means energy is not created, but it is getting transformed from one form to another, that is from mechanical energy to electrical energy. അപ്പോൾ ഈ റിസൾട്ടുകൾ ഒന്നുകൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ ഫിഗറിൽ കണ്ടതും when south pole is introduced into the coil എന്താ സംഭവിക്കുക? current flows in the clockwise direction and a magnetic field is produced inside the coil and
the near end of the coil acquires a south polarity and repels the magnet which opposes the cause of producing induced EMF. So when south pole is introduced into the coil, induced EMF is produced in clockwise direction. അതിൻ്റെ ഫലമായിട്ട് ദ നിയർ എൻഡ് ഓഫ് ദ കോയിൽ അക്വേഴ്സ് എ സൗത്ത് പൊളാരിറ്റി. നിയർ എൻഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിനെ ഫേസ് ചെയ്യുന്ന കോയിലിൻ്റെ എൻഡ് എന്ന്. ആൻഡ് ദിസ് സൗത്ത് പോൾ റിപ്പൽസ് ദ സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് വിച്ച് ഒപ്പോസസ് ദ കോസ് പ്രൊഡ്യൂസിങ് ദ ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ അങ്ങനെ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു വർക്ക് അല്ലേ. വർക്ക് ഹാസ് ടു ബി ഡൺ ടു ഓവർകം ദിസ് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആൻഡ് ദിസ് വർക്ക് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇനി വെൻ സൗത്ത് പോൾ ഈസ് വിത്ഡ്രോൺ ഫ്രം ദ കോയിൽ ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻറ്റി ക്ലോക്ക് direction and the near end of the coil acquires a north polarity. It attracts the magnet and which attract the magnet which opposes the cause producing the induced EMF. ഇവിടെയും the work has to be done to overcome the force of repulsion. This work is getting converted into electrical energy. So we can conclude that the production of induced EMF and production of electrical energy by the method of induced EMF is in accordance with the law of conservation of energy. Thank you.